നമ്മുടെ നാട്ടിൽ പാണ്ടിക്കാട് പള്ളിയിലും പരിസരത്തുമൊക്കെമായി ഖുർആൻ ക്ലാസ് സ്ഥിരമായി എടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതനും പ്രഭാഷകനുമായ പ്രിയപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്സത്താണ് ഇസ്ലാം, പ്രതീക്ഷയാണ് റമദാൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാനുള്ള തൗഫീഖും കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള സന്മനസ്സും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപാടിയുടെ അവതരണത്തിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وبنعمته تتم الصالحات. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൻ്റെ 1445 എപ്പിസോഡിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുവാനാണ്. കാലങ്ങൾ പലതും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് രാവിനെയും പകലിനെയും ഒന്നിനു പിറകെ ഒന്നായിട്ട് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നത്. മൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ, അതിൽ ഉത്ബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അല്ലാഹുവിന് ശാകിരീങ്ങളായിക്കൊണ്ട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനും പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു അതിൻ്റെ ഘടന വെച്ചിട്ടുള്ളത്. ദിവസങ്ങൾ മാറി മറിയുമ്പോൾ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളൊക്കെ മാറി മറിയും. നമുക്ക് വരാനിരിക്കുന്ന അതിഥി ഇൻഷാ അല്ലാഹ് വർഷത്തിലൊരിക്കൽ വന്നു പോകുന്നതാണ്. അത് ഒരു വർഷത്തിലൊരിക്കൽ വന്നാൽ മതി എന്നതാണ് അതിൻ്റെ പ്രത്യേകത. എന്നും റമദാനായാൽ അത് നമുക്കൊരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നമസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധയില്ലാതായതുപോലെ നമ്മൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഇവിടെ ഇരിക്കുന്നത് മാത്രമാണ് എന്ന്. നമ്മുടെ സമൂഹത്തിൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ആളുകൾക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ല, നോമ്പിനെ പോലെ റമദാനിനെ പോലെ. കാരണം അത് എന്തുള്ളതല്ലേ എന്നൊരു തോന്നലാണ് അതിൻ്റെ കാരണം എന്നാണ് ചിലപ്പോൾ വായിക്കാൻ കിട്ടുക.
വർഷത്തിലൊരിക്കലുള്ള റമദാൻ, ആയുസിലൊരിക്കലുള്ള ഹജ്ജ്, ഇതിനൊക്കെ നമ്മൾ നല്ലോണം പ്രാധാന്യം നൽകേണ്ടത് തന്നെയാണ്. ജുമുഅയുടെ പ്രാധാന്യം നമ്മൾ 5 വക്ത് നമസ്കാരത്തിന് കൊടുക്കുന്നില്ലല്ലോ. ജുമുഅക്ക് നമ്മുടെ പള്ളികളൊക്കെ നിറഞ്ഞ് കവിയും. റമദാനിൽ നോക്കിയാൽ നമുക്ക് മുറ്റത്ത് വരെ നമസ്കരിക്കേണ്ടി വരും പല പള്ളികൾ. എവിടെ ആളുകളൊക്കെ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോവാം, ഈ ആഴ്ച എന്തോ ചില കാരണങ്ങൾ ഉണ്ടായപ്പോൾ ജുമുഅ നീട്ടിവെക്കാം എന്നതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. അപ്പൊ നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അസ്സലവാത്തുൽ ഖംസ്, 5 വക്ത് നമസ്കാരം, വൽജുമുഅതു ഇല ജുമുഅ, ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വറമദാൻ ഇല റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ഉള്ള കാലത്തിന്റെ ഇടയിൽ മുകഫിറാത്തുൻ ലിമാ ബൈനഹുമ, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഈ 2 സംഗതികൾ, നമസ്കാരം മുതൽ നമസ്കാരം വരെ, ജുമുഅ മുതൽ ജുമുഅ വരെ, മറ്റൊരിക്കൽ ഉംറ മുതൽ ഉംറ വരെ എന്നും കൂടി പറയുന്നുണ്ട്. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള കാലഘട്ടത്തിൽ വന്നു പോകുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ, സ്ഖലിതങ്ങൾ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പാക്കി തരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ ഇതുവരെ അല്ലെങ്കിൽ അടുത്ത ശഅബാൻ 29-30 വരെയുള്ളത് കഴിഞ്ഞ റമദാൻ കൊല്ലം പൂർത്തി തരണമെന്നാണ്. അല്ലാഹു നമുക്കത് പുറത്തു തരുമാറാവും. കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് റമദാൻ കണ്ടവരാ. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് റമദാനെ സ്വീകരിക്കാനുള്ള ആരോഗ്യം ഇല്ലല്ലോ. അല്ലെങ്കിൽ പുതിയതായിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് വന്നവരാണെങ്കിൽ അവരുണ്ടാവാം, അല്ലെങ്കിൽ പ്രായപൂർത്തി ആയി എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടാവാം. അവരിൽ ഒന്നാമത്തെ ആളുകളെ എനിക്ക് ഇവിടെ പൂർണ്ണമായിട്ട് അറിയില്ല, രണ്ടാമത്തെ ആളുകളെ ഇവിടെ കാണുന്നേ ഇല്ല. അപ്പൊ ഒന്നാമത്തെ റമദാനല്ല, നമുക്ക് ആവർത്തിച്ച് വരുന്ന റമദാനാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ റമദാനിലെ പലരും നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, അതിൽ തന്നെ നമ്മുടെ റസാഖ് മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള പലരും അല്ലാഹുവിലേക്ക് യാത്രയായി. ഒരു ഫലസ്തീനി പാട്ടുകാരി ഇങ്ങനെ പാടുന്നത് കേട്ടു, ഒരു ജീല് മറമാടപ്പെടുന്ന സമയം മറ്റൊരു ജീല് തലമുറ എന്ന ജീലിനാണ്. ഒരു ജീല് ഒഴിവായി മറമാടപ്പെടുന്ന സമയം പുതിയൊരു ജീല്, പുതിയ തലമുറ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഖബറിന്റെ അടിക്കബർ, ഖബറിന്റെ ലഹദ് എന്ന് പറഞ്ഞാൽ വഴിയത്ത് കിടത്തുന്ന സ്ഥലത്തിനാണ്. അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. മറ്റൊരിടത്ത് ഖസ്റുകൾ, കൊട്ടാരങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെയൊക്കെ ഇടയിൽ കൂടി നടക്കുന്നത് നിന്റെ ശ്വാസങ്ങൾ, നിന്റെ ആയുസിന്റെ എണ്ണങ്ങളാണ്. ആയുസ്സിന് നമ്മൾ വയസ്സുകൊണ്ടാണ്, വയസ്സ് എന്ന് പറഞ്ഞാൽ വർഷം കൊണ്ടാണ്. പക്ഷേ നമുക്ക് എത്ര ശ്വാസമാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി വെച്ചതാണ്. ആ ശ്വാസമാണ് നമ്മളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ നമ്മൾ അത്രയും കാലം എവിടേക്ക് അടുത്തു? മരണത്തിലേക്ക് അടുത്തു എന്നതാണ് സത്യം. അങ്ങനെ നമ്മൾ മരണത്തിലേക്ക് അങ്ങനെ അടുത്തു പോകുമ്പോ ചില ആളുകൾ ഒരുപാട് നന്മകൾ ശേഖരിച്ചുകൊണ്ട് മുന്നേ പോയി. നമ്മളെക്കാൾ മുമ്പേ പോയവരുണ്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക്. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളായിരിക്കാം പലരുടെ. ഖത്താബിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു, സെയ്ദ് ബിൻ ഖത്താബ്.
അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നേ ഇസ്ലാമിലേക്ക് വന്നിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് അദ്ദേഹം അല്ലാഹുവിലേക്ക് രക്തസാക്ഷിയായിക്കൊണ്ട് മടങ്ങി. മുസൈലിമയുമായിട്ട് നടന്ന യുദ്ധത്തിൽ, യമാമ യുദ്ധത്തിൽ, ഇന്നത്തെ റിയാദിലാണ് അദ്ദേഹം എന്താക്കിയത്, ഷഹീദായി വീണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജ്യേഷ്ഠ സഹോദരനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സബഖ്തനി ഇലൽ ഹുസ്നൈൻ, രണ്ട് നന്മയിലും നീ എന്നെ മുൻകടന്നിട്ടുണ്ട്. അസ്ലംത ഖബലി, എന്റെ മുന്നേ നീ അല്ലാഹുവിന്റെ ദീനിലേക്ക് വിശ്വസിച്ച് വിശ്വാസിയായി കയറി. വസ്തഷ്ഹദ്ത ഖബലി, എന്നേക്കാൾ മുന്നേ നീ രക്തസാക്ഷിയുമായല്ലോ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ പലരും അല്ലാഹുവിലേക്ക് നമ്മളെക്കാൾ മുന്നേ നമ്മളെക്കാൾ നന്മ ചെയ്തുകൊണ്ട് മുന്നേറിയവരുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മയുടെ ഒരു എപ്പിസോഡ് കൂടി അല്ലാഹു നമുക്ക് നൽകുമെന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹു നൽകുമാറാവട്ടെ. നൽകുമില്ലെന്ന് അല്ലാഹുവിനെ അറിയുള്ളൂ. അതിന് നമ്മൾ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ നമ്മൾ സ്വാഗതം ചെയ്യണം? നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടതാണ് ഈ വിഷയം. ഉത്ബോധനം നടത്തുക, ആ ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മുടെ വാഹനങ്ങൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് ഈ വലിയ ബസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് പെയിന്റ് അടിക്കാൻ നിർത്തരുത്, ഒന്ന് എഞ്ചിൻ വർക്കിന് വേണ്ടി നിർത്തരുത്. അല്ലെങ്കിൽ നമ്മുടെ വീട് പെയിന്റ് അടിക്കുകയാണെന്ന് വെക്കാം, ഒന്ന് മൊഞ്ച് കൂട്ടാൻ വേണ്ടി, ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി. എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക, എവിടെയൊക്കെയാണോ പ്രധാനപ്പെട്ട രൂപത്തിൽ പ്രധാന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ കിടക്കുന്നിടത്തോ തുരുമ്പുകളും കീടങ്ങളും ചളികളും ഒക്കെ അഴുക്കൊക്കെ വന്ന് കിടക്കുന്നത്, അതാദ്യം ചെത്തി വലിക്ക് ശരിയാക്കേണ്ടതല്ല. ചില സ്ഥലങ്ങളിൽ അതിന് നന്നായിട്ട് പൊട്ടിയിടേണ്ടി വരും. ചില സമയത്ത് സ്ഥലങ്ങളിൽ ഒരുപക്ഷെ അതിനെ വെട്ടിമുറിച്ച് അവിടെ മറ്റെന്തെങ്കിലും വെൽഡ് ചെയ്ത് ശരിയാക്കേണ്ടി വരും. മറ്റു ചില സ്ഥലങ്ങളിൽ നേരെ അങ്ങ് പെയിന്റ് അടിച്ചാൽ മതിയാവാം, ഒന്ന് വെറുതെ കളഞ്ഞുകൊണ്ട്. ഇത് തന്നെയാണ് പുതിയതായ അതിഥി നമ്മളെ കാത്തിരിക്കുമ്പോൾ നമ്മൾ ആ അതിഥിയെ സ്വീകരിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുങ്ങുന്നതിന്റെ രൂപം. നമ്മൾ ഷഅബാനിലാണ്. ഈ ഷഅബാൻ എന്ന് പറയുന്നത് റമദാനിനെ സംബന്ധിച്ചിടത്തോളം കൃഷി ഇറക്കേണ്ട സമയമാണ്. റമദാൻ എന്ന് പറയുന്നത് കൊയ്തെടുക്കേണ്ട സമയവുമാണ്. ഷഅബാനിൽ നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് എല്ലാ മാസങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് എടുത്തിരുന്നത് ഷഅബാൻ മാസത്തിലായിരുന്നു. പക്ഷേ റമദാൻ അല്ലാത്ത ഒരു മാസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായിട്ട് നോമ്പെടുത്തിട്ടില്ല എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മാസവും റമദാൻ അല്ലാത്ത ഒരു മാസവും പൂർണ്ണമായിട്ട് റസൂൽ നോമ്പെടുത്തിട്ടേ ഇല്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരുങ്ങുകയാണ്. എവിടൊക്കെ നമുക്കറിയാം എവിടൊക്കെയാണ് കൂടുതൽ കേടുപറ്റിയിട്ടുണ്ടാവുക എന്ന്. അതിന് നമ്മൾ റമദാനിനെ കിട്ടുമ്പോഴേക്ക് നമുക്ക് നന്നാവണം, വളരെ നന്നാവണം എന്ന ഒരു തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷെ ഷഅബാനെ നമ്മൾ അവഗണിച്ചു പോവാറുണ്ട്, അല്ലെങ്കിൽ മറന്നു പോവാറുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താ റസൂലേ നിങ്ങൾ ഷഅബാനിലെ മറ്റുള്ള മാസങ്ങളേക്കാൾ കൂടുതൽ നോമ്പെടുക്കുന്നത് ചോദിക്കുമ്പോൾ, റജബിന്റെയും റമദാന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണ് ഷഅബാൻ, അതുകൊണ്ടാണ് അത് ഞാൻ കൂടുതൽ എടുക്കുന്നത്. അതൊരു പ്രാക്ടീസ് കൂടിയാണ്, റമദാനിലുള്ള ഒരു ഒരുക്കമാണ്. റമദാനിൽ നമ്മൾ രണ്ട് തരത്തിൽ ഒരുങ്ങും. ഒന്ന്, നമ്മുടെ വീടും പള്ളിയും പരിസരവും ഒക്കെ നമ്മൾ നന്നായിട്ട് ആക്കാതിരിക്കാം. രണ്ടാമതൊരു ഒരുങ്ങലുണ്ട്. ആ ഒരുങ്ങല് നമ്മൾ നമുക്കായിട്ട് ഒരുങ്ങുകയാണ്.
നമ്മൾ കുറെ നന്മകൾ ചെയ്തു എന്നതല്ല, ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം നന്മകൾ. നമ്മള് ഒരുപാട് ജോലികൾ ചെയ്തു എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ചെയ്യേണ്ട ജോലി ചിലത് വളരെ ചെറുതായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ പള്ളി പെയിന്റ് അടിക്കാൻ നിൽക്കാം, ഹൗദുക്കരയിലായിരിക്കും ഒരു പക്ഷേ നന്നായിട്ട് തേച്ച് മിനുക്കി എന്താക്കേണ്ടത്, പൊട്ടിയിട്ട് സിമന്റ് ഒക്കെ തേച്ച് ഒന്ന് റെഡിയാക്കേണ്ടി വരും. അതേസമയം ഇവിടെ നമ്മൾ വല്ലാതെ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ പെയിന്റ് അങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഇതൊന്നുമില്ലാതെ നമ്മൾ പെയിന്റ് അടിക്കാൻ നിൽക്കാം. എന്നിട്ട് നമ്മൾ ഒരു പെയിന്റിങ്ങുകാരനെ ഏൽപ്പിച്ച് കുറച്ച് പെയിന്റ് വാങ്ങി കൊടുത്തു, അയാൾ അതെന്താക്കി, അതാണ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെയാണ് തേച്ചാൽ റമദാൻ കഴിഞ്ഞ് ചൊവ്വാലും ദുൽഖഅദും കഴിയുമ്പോഴേക്കും ഹൗദുക്കരയിലെ പെയിന്റ് ഒക്കെ പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഒരുക്കം നല്ല രൂപത്തിലല്ലാതെ നമ്മളാണ് ഒരുങ്ങി റമദാനിനെ നമ്മൾ നന്നായിട്ട് കണ്ട് മഞ്ചാക്കി ഭക്ഷണ സമയത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി എല്ലാവരും കൂടി ചിലപ്പോൾ ഒന്നിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രൂപമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് പെരുന്നാളോട് കൂടി റമദാൻ കഴിഞ്ഞു പോകും. പക്ഷെ റമദാനിന് നമുക്ക് കാര്യമായിട്ട് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. ചില ആളുകൾ നന്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുകയായിരിക്കും, അവസരം കിട്ടുമോ നന്മ ചെയ്യാൻ വേണ്ടി. സൂറത്തുൽ ബഖറ 207-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ചില മനുഷ്യരുണ്ട്, അവര് സ്വന്തത്തെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കും, അങ്ങോട്ട് വിൽക്കും, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്. നന്മ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ നന്മ ചെയ്യാൻ വേണ്ടി. ഇതിന്റെ വിശദീകരണത്തില് ഒരു അൻസാരി സഹാബിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ചില മുഫസ്സിർ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട്, റസൂലേ, ഞാൻ സത്യവിശ്വാസിയാകാൻ, അങ്ങയെ കൊണ്ട് വിശ്വസിക്കാൻ, അല്ലാഹുവിലും അങ്ങയിലും വിശ്വസിക്കാൻ, അതോടൊപ്പം ഞാനിതാ താങ്കളോട് ബൈഅത്ത് ചെയ്യാണ്, താങ്കൾ എവിടേക്ക് വിളിച്ചാലും ഞാൻ ഹിജ്റക്കും യുദ്ധത്തിനൊക്കെ തയ്യാറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്ന സമയത്ത് വിവരം അറിഞ്ഞ അദ്ദേഹം യുദ്ധത്തിനൊപ്പം കൂടി. അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ അന്ന് വാള് കൊടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള ഡ്യൂട്ടിയല്ല കൊടുത്തത്. യുദ്ധത്തിന് പോയ പട്ടാളക്കാർ അല്ലെങ്കിൽ യുദ്ധത്തിന് പോയ യോദ്ധാക്കളുടെ ഒട്ടകങ്ങളെ മേക്കാനും അതിന് തീറ്റ കൊടുക്കാനും നോക്കാനും ഒക്കെ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. പക്ഷെ ഗനീമത്ത് സ്വത്ത് ഓഹരി വെച്ചപ്പോൾ എല്ലാവരെയും പോലെ ഒരു ഓഹരി അദ്ദേഹത്തിനുണ്ട്. അതങ്ങനെയാണ്, എല്ലാവരും ഒരു പണിയിൽ ഒരേ വർക്കല്ലല്ലോ ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് ഓഹരി കൊടുത്തപ്പോ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇത് എങ്ങനെ എനിക്ക് റസൂലേ, യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കും, അതിന്റെ ഓഹരിയാണ് താങ്കൾക്ക്. റസൂലേ, ഇതിനല്ല ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്, എനിക്കൊരു അവസരം കിട്ടണം, എന്നിട്ട് എന്റെ ഇവിടെ ഇങ്ങനെ തുളച്ച് കയറണം, വാളോ അമ്പോ, എന്നിട്ട് ഞാൻ എന്റെ രക്തം അല്ലാഹുവിന് നൽകിയിട്ട് ഞാൻ രക്തസാക്ഷിയാണോ, അതിനാണ് ഞാൻ വന്നിട്ടുള്ളത് റസൂലേ എന്ന് പറഞ്ഞു. യുദ്ധത്തിന് വന്നത് അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണ്. പിന്നീട് മറ്റൊരിക്കൽ യുദ്ധം നടന്നപ്പോ അദ്ദേഹം കൂട്ടത്തിലുണ്ടായിരുന്നു, യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തില് ഒരു അമ്പേറ്റുകൊണ്ടാണ് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഹാജരാക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അഹുവ ഇത് അദ്ദേഹമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്നില്ല അദ്ദേഹം എന്ന അർത്ഥത്തിൽ ചോദിക്കുന്നുണ്ട്. അതായ റസൂലുള്ളാഹ്, അങ്ങനെ തന്നെ റസൂൽ, അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ അങ്ങനെയായിരുന്നു, ആഗ്രഹം അങ്ങനെയായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സദ്ദഖല്ലാഹ ഫസദ്ദഖഹു അല്ലാഹ്. അദ്ദേഹം അല്ലാഹുവിനോട് ചെയ്ത കരാർ സത്യസന്ധമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായി പുലർത്തി കൊടുത്തു എന്ന്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയല്ല, അതിന്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മേൽവസ്ത്രം ഊരിയിട്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. എന്നിട്ട് റസൂൽ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചു. ആ നമസ്കരിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക, നിന്റെ വഴിയിൽ മുഹാജിറായി പുറപ്പെട്ട, മുജാഹിദായിട്ട് പുറപ്പെട്ട ഒരു അടിമയാണ് റബ്ബേ ഇത് ഞാൻ നമസ്കരിക്കുന്നത്. ഫഖുതില ഷഹീദൻ, അദ്ദേഹം ഇതാ ഷഹീദായിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. വഅന ഷഹീദുൻ അലാ ദാലിക്, അല്ലാഹുവേ അദ്ദേഹം ഷഹീദാണ് എന്നതിന് ഞാൻ തന്നെ സാക്ഷിയാണ് എന്ന്.
നന്മയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച ഒരു സഹാബിയുടെ ചരിത്രമാണത്. ഇമാം നസായി ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തെ. ചില ആളുകൾ അങ്ങനെയാണ്, ഒരു അവസരം കിട്ടുമ്പോൾ അതിനായിട്ട് നന്നായിട്ട് ഒരുങ്ങും, എന്നിട്ട് അവസരത്തെ നന്നായിട്ട് മുതലെടുക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ ഒരുപാട് നന്മയുടെ കൂമ്പാരങ്ങൾ അദ്ദേഹത്തിന് ബാക്കിയുണ്ടാവും. ചില ആളുകൾ നന്മയാണ് എന്ന് വിചാരിച്ച് വേണ്ട തരത്തിലുള്ള ശ്രദ്ധിക്കാത്ത രൂപത്തിൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ നടത്തും. നമ്മളിൽ ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുകയോ പരിശുദ്ധ ഖുർആനോ മറ്റു സംഗതികളോ പഠിച്ച് മനസ്സിലാക്കിയില്ല. പിന്നെ എവിടുന്നൊക്കെയോ കേട്ടതും കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ സംഗതി ഇതിന്റെ അടിസ്ഥാനമുണ്ടോ എന്നൊന്നും അറിയാത്ത രൂപത്തിൽ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ആ പ്രവർത്തനം എന്റെ ഉസ്താദ് ഒരിക്കൽ പറയുന്നുണ്ടായി, പൂട്ടാൻ വിളിച്ചു, പൊരിക്കുന്ന കാലമാണ്. പൂട്ടലില്ലേ, പൂട്ടാൻ വിളിച്ചിട്ട് അദ്ദേഹം പൂട്ടി. പക്ഷെ പൂട്ടിയത് എവിടെയാന്ന് ചോദിച്ചാൽ വരമ്പിന്റെ അപ്പുറത്തായി, ഇദ്ദേഹത്തിന്റെ ഇതിലല്ല. എങ്കിൽ കൂലിക്ക് പോകുന്ന സമയത്ത് ആരും കൂലി കൊടുക്കൂല, പൂട്ടാൻ വിളിച്ച ആൾ കൂലി കൊടുക്കൂല. ഞാൻ പൂട്ടുന്ന എന്റെ വയലിൽ പൂട്ടണമെങ്കിൽ എന്റെ വയലിൽ പൂട്ടി ഒഴുതു മറിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് കൂലി കൊടുക്കുന്നത്. അങ്ങേ വയലിൽ പൂട്ടിയ കാരണത്താൽ അദ്ദേഹത്തിന് ആ പൂട്ടൽ ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്താക്കൂല, അതിന് കൂലി കൊടുക്കൂല അയാൾ. എനിക്ക് എന്റേതിലല്ലാതെ പൂട്ടിയ കാരണത്താൽ ഞാനും അദ്ദേഹത്തിന് എന്താക്കൂല, കൂലി കൊടുക്കൂല. അത് നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്നുണ്ട് സൂറത്തുൽ കഹ്ഫ്. الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അവർ വിചാരിക്കുന്നു അവർ ചെയ്തു കൂട്ടുന്നതൊക്കെ നല്ലതാണ് എന്ന്. പക്ഷെ അവരുടെ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന വിഭാഗമാണ് അവർ. മറ്റൊരു കൂട്ടരുണ്ട് ഇതേപോലെ തന്നെ നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ. നന്മയൊക്കെ ചെയ്യും, പക്ഷെ ആ നന്മ നന്നായിട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാകുമ്പോൾ അദ്ദേഹം മുൻപന്തിയിലുണ്ടാവും നന്മ ചെയ്യാൻ. പക്ഷെ ചില അവസരം അദ്ദേഹം മാത്രമാകുന്ന സമയത്ത് തിന്മക്ക് കിട്ടിയാൽ അത് അദ്ദേഹം എന്താക്കൂല, പാഴാക്കൂല. നമ്മളുടെ കെട്ടകാലം എന്ന് നമ്മൾ പറയുന്ന കാലം സ്വകാര്യമായിട്ട് തിന്മക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു വെച്ച കാലമാണ്. നമ്മൾ നമ്മെ നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയെ മാത്രം നടത്തിക്കൊണ്ട് പോയിട്ടില്ലെങ്കിൽ തിന്മയുടെ വാതിലുകൾ ഒരുപാട് തുറന്നു കിട്ടുന്നുണ്ട് ഇന്ന് ലോകത്ത്. അതൊരു പക്ഷേ അള്ളാഹുവിന്റെ ഒളിക്യാമറയിൽ മാത്രമേ അത് പതിയുകയുള്ളൂ. എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ റെക്കോർഡുകൾ ഇവിടെ മറ്റവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും എന്ന് പേടിക്കേണ്ടതില്ല, അങ്ങനെ ഉണ്ടാവണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ ഉഅല്ലിമന്ന ഖവാമൻ, ഞാൻ നിങ്ങൾക്ക് ഒരു ജനതയെ കുറിച്ച് പഠിപ്പിച്ചു തരാം. മിൻ ഉമ്മത്തി, അവരെങ്ങനെ തന്നെയാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെയാണ്. കേട്ടോ, യഖ്തൂന യൗമൽ ഖിയാമ ബിഹസനാതി, ഒരുപാട് നന്മകൾ ചെയ്തതായിട്ട് അവരെ കൊണ്ടുവരപ്പെടും ഖിയാമത്ത് നാളിൽ. തിഹാമയിലെ വലിയ മലകളെ പോലെയായിരിക്കും അവരുടെ നന്മയുടെ കൂമ്പാരം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ആ വലിയ കൂമ്പാരങ്ങൾ ഹബാഅൻ മൻസൂറായിരിക്കും, പാറി പറക്കുന്ന ധൂളി പൊടി പോലെയായിരിക്കും ഒരു വലിയുണ്ടാവും. കാരണം അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യാ റസൂലല്ലാഹ് മൻഹും സിഫ് ലനാ, അവരെ ഞങ്ങൾക്ക് വിവരിച്ചു തരീ റസൂലെ, പറഞ്ഞു തരി, ഞങ്ങൾ വ്യക്തമാക്കി തരി അത് ആരാണ് എന്ന്. ഞങ്ങൾ അവരിൽ പെടാതിരിക്കാനാണ് റസൂലെ, അത് പറഞ്ഞു തരി അത് ആരാണ് എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനകും, അവര് നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ,
രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെയൊക്കെ അവർ ചെയ്യും. രാത്രിയിൽ എഴുന്നേറ്റ് അവര് നമസ്കരിക്കും. കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാത്രിയിൽ അതിന്റെ ഇടയിൽ നമസ്കരിക്കലുണ്ടാവണം, ഉണ്ടാവുമല്ലോ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം വ്യക്തമായ കൂലി പറഞ്ഞ നമസ്കാരമാണ് രാത്രിയിലെ ഇശാ കഴിഞ്ഞ് കിടന്നുറങ്ങിയതിനു ശേഷം പിന്നീട് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാരം. സൂറത്ത് സജ്ജദ പഠിച്ചല്ലോ. സൂറത്ത് സജ്ജദ ചിലപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ മുതലുണ്ടാവും. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഫർദ് നമസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി ഇത്രയേനെ ഇന്ന രൂപത്തിലാണ് പറയാതെ സ്വർഗത്തെ കുറിച്ച് നരകത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സ്വർഗം കിട്ടണം എന്നതുകൊണ്ടാണ് പറഞ്ഞ് നമസ്കരിക്കുന്നത്. അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നതെങ്കിലുമാണ് ഉദ്ദേശം. സ്വർഗത്തിന്റെ ആഗ്രഹത്തെക്കാൾ നരകത്തിന്റെ ഭയമായിരിക്കാം ഒരു പക്ഷേ നമസ്കാരമൊക്കെ ചെയ്യുന്നത്. ഉണ്ടാവൂലേ? നമുക്ക് നരകത്തെ കുറിച്ച് ചിന്തയൊന്നുണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു നോക്കാം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. ഇല്ലെങ്കിൽ ഇതേപോലൊക്കെ തന്നെയാണ് ജീവിതം ഉണ്ടാവുക അവിടെയും. ഇങ്ങനായിരുന്നെങ്കിലോ ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ചേരൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോയി ഇറങ്ങാറായി പണിയെടുത്ത് കുറച്ചേരം ഗൾഫ് പോയി റോത്തുമ്പോ എല്ലാം പിന്നെ ബാക്കി അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇറങ്ങാറായിട്ട് കൃത്യം പിന്നെ അവിടെ സ്വസ്ഥമായിട്ട് അങ്ങനെ കഴിയുകയാണെങ്കിൽ അവിടെ ശാശ്വത ജീവിതമാണല്ലോ. അങ്ങനെയൊക്കെ മതി എന്ന് നമ്മൾ വിചാരിക്കും ചിലപ്പോ. പക്ഷെ നരകത്തെ കുറിച്ചുള്ള ഭീഷണി കാരണം നമ്മൾ പറഞ്ഞ് കൃത്യമായിട്ട് ചെയ്യുന്നു. പക്ഷെ ഐച്ഛികമായിട്ടുള്ളതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രി നമസ്കാരത്തിന്റെ കൂലി അല്ലാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്തത്, ഒരു കണ്ണും ഇതുവരെ കാണാത്തത്, ഒരു മനുഷ്യ മനസ്സുകൊണ്ട് ഭാവനയിൽ കാണാൻ പറ്റാത്തതാണ് അല്ലാഹു ഒരുക്കി വെച്ചത്. രാത്രി നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം. അത് റമദാനിൽ മാത്രമുള്ളതല്ല കേട്ടോ. റമദാനിൽ മാത്രമുള്ളതല്ല. ഇശാ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങിയതിന് ശേഷം ഭക്ഷണം ഇശാന്റെ മുമ്പോ ശേഷം എപ്പോഴോ സൗകര്യം പോലെ കഴിച്ചോളി. മുമ്പ് ഏറ്റവും തന്നെ അശാഖ് എന്നാണ് രാത്രി ഭക്ഷണത്തിന്റെ പേര്, ഇശാഖ് എന്നാണ് രാത്രി നമസ്കാരത്തിന്റെ പേര്. പദ്ധതി കഴിഞ്ഞിട്ട് കസറ് എന്നാ അറബി പറയും. നമ്മളവിടെ അങ്ങനെയല്ലേ ചോറ് നിസ്കരിച്ചിട്ടാകുമ്പോ ചോറ് കഴിച്ചത് പറമ്പിൽ തന്നെ പെണ്ണൊക്കെ പോട്ടെ അതുപോലെ. അപ്പൊ ഈ രാത്രി നമസ്കാരത്തിന് നിങ്ങളെപ്പോലെ അവരും എഴുന്നേൽക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ടാ പക്ഷെ അവര് ഒരു വർഗം, ഒരു കൂട്ടരാണ്. ഇത് അല്ലാഹു ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ സംഗതികളുമായിട്ട് അവരിങ്ങനെ ഒറ്റക്കായാൽ മറ്റാരും കാണാത്ത രൂപത്തിൽ ചില ഹറാമുകൾക്ക് അവസരം കിട്ടിയാൽ ആരും അറിയില്ല നമ്മൾ അക്കൗണ്ടിലേക്ക് വരുന്ന പലിശയെ കുറിച്ച്. ആരും അറിയില്ല ഞാൻ മാത്രം വരുന്നത് കൊണ്ട് എന്റെ ആൻഡ്രോയിഡ് സെറ്റ് അല്ലെങ്കിൽ എന്റെ സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കാണുന്ന രംഗങ്ങളെ കുറിച്ച്. ഒരുപക്ഷെ എന്റെ പത്നി പോലും അറിയില്ല, അല്ലെങ്കിൽ എന്റെ മക്കൾ അറിയില്ല, എന്റെ മറ്റുള്ളവരാരും അറിയില്ല. എങ്കിൽ ഞാൻ അതിലെന്താവും? ഒഴുകിട്ടിറങ്ങും. സാമ്പത്തിക കൃത്രിമങ്ങൾ അല്ലെങ്കിൽ ക്രയവിക്രയത്തിലെ കള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ മറ്റു വല്ല സംഗതികളിലും ഹറാമിന്റെ ഒരു വിഷയങ്ങൾ നടക്കുന്ന ഒരു ഗീബത്ത് പറയുന്ന സദസ്സിലാണെങ്കിൽ അതിൽ ഞാൻ നന്നായിട്ട് എന്റെ ഓഹരി നടത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള വിഷയത്തിൽ കുടുംബ ബന്ധത്തിന്റെ കാരണവരായ ഞാൻ തന്നെ ആ കുടുംബ ബന്ധങ്ങൾ മുറിക്കാനുള്ള കാരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഏതാണ് ഹറാമ് എന്ന് ചോദിച്ചാൽ ഏത് ഹറാമിന് അവസരമാണ് അയാൾക്ക് ഉണ്ടാകുന്നത് അത് അയാൾ എന്താവില്ല, വിട്ടുവീഴ്ചയോ മറ്റു സംഗതികളോ ചെയ്യാത്ത രൂപത്തിൽ അത് മുഴുകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ ഹറാമിനെ അവർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് അയാൾ വ്യതിചലിക്കും. ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുത്ത് അവര്
തിഹാമയിലെ വലിയ മല പോലുള്ള കൂമ്പാരവുമായിട്ട്, നന്മയുടെ കൂമ്പാരവുമായിട്ടാണ് ചെല്ലുന്നതെങ്കിലും അള്ളാഹുവിന്റെ അടുത്ത് അത് തൂക്കി നോക്കുന്ന സമയത്ത് ഹബാ മൻസൂർ ആയിരിക്കും. നന്മ തൂക്കുമല്ലോ, തൂക്കുന്ന സമയത്ത് അത് ഹബാ മൻസൂർ ആയിരിക്കും. മറ്റൊരു കൂട്ടരുണ്ട്, അവർക്ക് നന്മ തിന്മയൊന്നും നോക്കാനില്ല. എന്ത് തന്നെ ഉപദേശം കിട്ടിയാലും ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം സുമ്മ യുഖാലു ഹാദാ അല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറയുന്ന ഒരുപാട് അറബി പേരിട്ട ആളുകളുണ്ട്. അവർക്ക് റമദാൻ ആയാലും ശഅബാൻ ആയാലും ശവ്വാൽ ആയാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഇതൊക്കെ പഴയ പുരാണങ്ങളാണ്, അസാതീറുൽ അവ്വലീനാണ്. ഇതൊക്കെ 1400 1500 കൊല്ലം മുമ്പ് തുടങ്ങിയ ചില സംഗതികൾ മാത്രമാണ്. ഇന്നത്തെ ആവശ്യമുള്ളത് സംഗതിയല്ല. റമദാനിനെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനകളും സ്വീകരിക്കാതെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളോ നിയമങ്ങളോ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞ ചില സംഗതികളാണ് എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കുന്ന ചില ആളുകളുണ്ട്. പേര് അറബിയിൽ തന്നെ ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അവരുടെ ഹൃദയത്തിന് കീട വീണിരിക്കുന്നു, കറ പുരണ്ടിരിക്കുന്നു. അവർ ചെയ്ത തിന്മകൾ കാരണം അവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളൂ. എന്നിട്ട് അവരോട് പറയും, ഇതാണ് നിങ്ങൾ കളവാക്കിയിരുന്ന സംഗതി എന്ന് അവരോട് പറയും. അങ്ങനെയുണ്ട് ഒരു വിഭാഗമാണ്. ഇതിൽ നമ്മൾ എവിടെ എന്നുള്ളത് 4-5 വിഭാഗത്തെ ഞാൻ പറയുമ്പോൾ നമ്മൾ എവിടെ എന്നുള്ളത് നമ്മളോട് ചോദിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു അവലോകനം നടത്തുക. കഴിഞ്ഞ ശവ്വാലിന്റെ ചെറുപെരുന്നാൾ മുതൽ ഈ ശഅബാൻ വരെ എന്റെ ജീവിതത്തെ ഞാൻ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. കഴിഞ്ഞ ശവ്വാൽ 1 എടുക്കാൻ ഉപയോഗിച്ചിരുന്ന എന്റെ അന്നത്തെ കുപ്പായം ഉണ്ടല്ലോ, പുതിയ കുപ്പായം, ആ ഷർട്ട് ഞാൻ എത്ര പ്രാവശ്യം ഇട്ടു എന്നത് പക്ഷെ നോക്കിയാൽ ചിലപ്പോഴൊക്കെ പിടുത്തം കിട്ടും. ഞാൻ തന്നെയാണ് അത് അയൺ ചെയ്യല്, ഞാൻ തന്നെയാണ് അത് അലക്കല്, ഞാൻ തന്നെയാണ് അത് തോരണ്ടല്, ഞാൻ തന്നെയാണ് അത് ഉണക്കല്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഒരു ബോധം ഉണ്ടാവും. ചിലപ്പോൾ അത് എത്ര പ്രാവശ്യം ഇട്ടു. ആ ഷർട്ടിന്റെ അളവെടുക്കാനല്ല ഞാൻ പറയണം. അവിടുന്ന് അതുപോലെ നമുക്ക് ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് ഒരു ചെറിയ വീണ്ടും വിചാരം നടത്തിയാൽ, അന്ന് ഞാൻ ഖുർആൻ ഓതി വെച്ചിരുന്നു. അന്ന് 27ാമത്തെ രാവിലെ അന്ന് ഒരു പക്ഷേ എന്റെ ഖത്തം ഞാൻ ഒരു പക്ഷെ തീർന്നിരുന്നു. പിന്നീട് ഞാൻ എത്ര പ്രാവശ്യം തീർത്തു, പിന്നീട് ഞാൻ എത്ര പാരായണം ചെയ്തു, എത്ര പഠിച്ചു. റമദാനില് 5 വക്ത് ഞാൻ നമസ്കാരം ജമാഅത്തായിട്ട് തന്നെ, എന്റെ വീടും പള്ളിയൊക്കെ വളരെ അടുത്താണ്, ജമാഅത്തായിട്ട് തന്നെ നിർവഹിച്ചിരുന്നു. പക്ഷെ ശവ്വാൽ മുതൽ ഈ ശഅബാൻ വരെ ഞാൻ എത്ര ജമാഅത്ത് ശരാശരി എനിക്ക് കിട്ടിയിട്ടുണ്ട്. റമദാനിന് ഞാൻ നന്നായിട്ട് സദഖ കൊടുത്തിരുന്നു. അതിനുശേഷം ഞാൻ എന്റെ നിലപാട് എന്തായിരുന്നു? റമദാനിൽ ഞാൻ എന്റെ നാവിനെയും കണ്ണിനെയും ഒക്കെ സൂക്ഷിച്ചിരുന്നു. പ്രവാസികൾക്ക് പണ്ടൊരു പണി ഉണ്ടായിരുന്നു. റമദാൻ ആയാൽ ഒരു TV, VCP അല്ലെങ്കിൽ VCR എന്നൊക്കെ പറയുന്ന സാധനമാണ് അന്നുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ കെട്ടിപ്പോന്നിട്ടു. പിന്നെ ആ TVക്ക് ഇതിന്റെ സ്ഥലത്ത് മുസാഫ. റമദാൻ കഴിഞ്ഞാലോ ചെറിയ പെരുന്നാൾക്ക് തന്നെ അതെടുത്തു. പിന്നെ മുസാഫ് എന്താവും? മാറ്റി. അപ്പൊ ഇങ്ങനെ ആയിരുന്നു കഴിഞ്ഞൊരു മാസം എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയിട്ട് അതിനെനിക്ക് പാകപ്പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമാവാണെങ്കിൽ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണം. എന്നിട്ട് നന്മ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്താവണം? അല്ലാഹുവിനോട് തേടണം. നന്മക്ക് അവസരം കിട്ടണം. റബ്ബേ, എന്റെ അടുത്ത് വീഴ്ച പറ്റിപ്പോയി. തൗഫീഖ് എന്ന് പറയുന്ന സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകണം. എങ്കിലേ നന്മ ചെയ്യാൻ കഴിയുള്ളൂ. ഷുഐബ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ടല്ലോ,
ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. ഞാൻ നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ തന്നെ എന്റെ തൗഫീഖ് ആരിൽ നിന്ന് കിട്ടണം? അല്ലാഹുവിൽ നിന്ന് കിട്ടണം. നമ്മൾ ഹയ്യ അലൽ സ്വലാത്ത് എന്ന് പറയുമ്പോൾ എന്താ മറുപടി പറയലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മുടെ നമസ്കാരത്തിൽ ഞാൻ വന്നോളാം, ഞാൻ നിസ്കരിക്കാൻ വരികയാണ് എന്ന് വിചാരിച്ചാൽ പോരാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തിന്മയിൽ നിന്ന് മാറുകയും നന്മ ചെയ്യാനുള്ള താഖത്ത് മാറിൽ നിന്നേ ഉണ്ടാവുള്ളൂ, അല്ലാഹുവിൽ നിന്ന് കിട്ടണം. അപ്പൊ തൗഫീഖിന് വേണ്ടിയിട്ട് ഈ പരിശുദ്ധ റമദാനിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൽ കിട്ടിയാൽ മാത്രം പോരാ, അതിൽ നന്മകൾ ചെയ്യാനുള്ള ഉദവി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളിപ്പോ നനച്ചുകൂടിയൊക്കെ നടത്തി ഏകദേശം തീർന്നു തുടങ്ങിയല്ലോ. പണ്ടുണ്ടായിരുന്ന ഏർപ്പാടാണ് നനച്ചുകൂടി എന്ന് പറയുന്നത്. അന്ന് നമ്മളെ വീടകങ്ങള് എല്ലാ ദിവസവും തുറക്കാറുണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മൾ രാവിലെയും വൈകുന്നേരവും തുറക്കും അടുക്കള, ബാക്കിയൊക്കെ ഓരോ പ്രാവശ്യം തുറക്കും. പിന്നെ എവിടെ നനച്ചു കുളിക്കാനുള്ളത് വീടിന് ഇല്ല. പക്ഷെ പണ്ടുള്ളവർ ചെയ്തിരുന്നത് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണതാണ്. പണ്ട് നമ്മളെ വീടാകാൻ കരിയായിരുന്ന ഒരു പക്ഷേ അധിക വീടുകൾ. അന്ന് നമ്മളെ നമസ്കാരം പായ ഉണ്ടായിരുന്നു ഉമ്മാക്കൊക്കെ. അതിലൊക്കെ കരിയും മറ്റ് കരിമ്പനടിച്ചതും ഒക്കെ ആയിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന കാലമായിരുന്നു. ഒന്നോ രണ്ടോ മുസ്ഹഫാണ് ഉണ്ടാവും. അത് കുട്ടികൾ മദ്രസയിലും കൂടി കൊണ്ടുപോയിട്ട് അതിന്റെ പേജുകളൊക്കെ കീറിയിട്ടുണ്ടാവും. അതിന് ചെറിയ പീസൊക്കെ വെച്ച് ഒട്ടിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ടേ കൊടുത്തിട്ട് റമദാൻ റജബ് ശഅബാനൊക്കെ ആയിട്ട് മുസ്ഹഫുകളൊക്കെ നന്നാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇല്ലേ? നമുക്കൊക്കെ ഓർമ്മയുള്ളത് തന്നെയാണ് അല്ലേ? ഞാൻ ആ ടീനേജ് പഠിക്കാത്തോളം അതൊക്കെ പറയും. അപ്പോ നമുക്കതൊക്കെ ഓർമ്മയുണ്ട്. അത് പിന്നെയും നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. വീട് പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു. അത്ര വൃത്തിയാക്കാനുണ്ടോ എന്ന് എന്റെ സഹധർമ്മിണിയോട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് എന്റെ വീട് വൃത്തിയാക്കാൻ നടക്കുന്നത്. എനിക്ക് മനസ്സിലാവും എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ വെച്ച പുസ്തകങ്ങളൊന്നും അവിടെ അങ്ങനെയല്ല ഇരിക്കുന്നത്. നമുക്കതിന് ക്രമം ഉണ്ടാവും. 10-20 ഉള്ള പുസ്തകമാണെങ്കിൽ 1, 2, 3 ക്രമം ഉണ്ടാവും. അവര് എടുത്തുകൊണ്ട് വെക്കുമ്പോൾ അവർക്ക് ആ ക്രമം അറിയില്ല. അതെങ്ങനെയെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ നനച്ചുകൂടി നടന്നോളൂ. നടന്നോട്ടെ. പക്ഷെ നമ്മളിലാണ് നോമ്പ് ഇറങ്ങേണ്ടത്. റമദാൻ ഇറങ്ങേണ്ടത് എവിടെയാണ്? എന്തിനാ റമദാൻ? അവിടെയാണ് നമ്മൾ എന്തിനാ റമദാൻ എന്നുള്ളടത്തേക്ക് എത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇബാദത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുള്ളത് നോമ്പും നമസ്കാരവും സക്കാത്തും ഹജ്ജും മാത്രമാണോ? അല്ല. അത് നമുക്ക് നമ്മുടെ യഥാർത്ഥ രൂപത്തിലുള്ള ഇബാദത്തായ ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കാനുള്ള ചില ആണികൾ, ചില സഹായങ്ങൾ മാത്രമാണ്. നമ്മൾ വലിയൊരു സാധനം ഉണ്ടാക്കുമ്പോ അത് മറ്റു ഭാഗങ്ങൾ അതിനെ ചേർത്ത് വെക്കാൻ ചില ഒട്ടിപ്പുകൾ നടത്തലുണ്ട്, ചില ആണികൾ വേടലുണ്ട്. അത് ശരിയായ രൂപത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭംഗി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ടായി. അങ്ങനെയുള്ള സംഗതികൾ മാത്രമാണ് നമസ്കാരവും നോമ്പും ഒക്കെ. നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമ്മുടെ ജീവിതമാകുന്ന മുഴുവൻ ജീവിതത്തിലും വെറുക്കപ്പെട്ടതും മ്ലേച്ഛ പ്രവർത്തികളും ഒക്കെ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ നമ്മുടെ നമസ്കാരം നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിലേ നമ്മുടെ നമസ്കാരമായിട്ടുള്ളൂ. അപ്പൊ നമസ്കരിക്കുക എന്ന പണി നമുക്ക് 5 വർഷം കൂടി ഒരു ദിവസം നമസ്കരിക്കണമെങ്കിൽ ഏറിയാൽ അരമണിക്കൂർ മതി, അല്ലെങ്കിൽ വേണ്ട 3/4 മണിക്കൂർ കൂട്ടാം. ഇത് അല്ലാഹുവിന് കൊടുത്തുകൊണ്ട് ബാക്കി 23.25 മണിക്കൂർ മാർക്കാം. നമുക്ക് സ്വന്തം നമ്മൾ തോന്നിയ പോലെ ജീവിക്കാനല്ല. ഒരു നമസ്കാരം മറ്റൊരു നമസ്കാരത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഇടയിൽ നമുക്ക് പാപങ്ങൾ ചെയ്യാനുള്ള അവസരമില്ലാത്ത രൂപത്തിൽ അല്ലാഹു ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിനാണ് ഇബാദത്ത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റമദാനും അതിനാണ്. റമദാന് നിർബന്ധമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ലഅല്ലകും തത്തഖൂൻ അതാണ് ഇതിന്റെ ലക്ഷ്യം. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമായി മുൻകാല ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരുന്നത് പോലെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്താവണം? മുത്തഖികളാവണം.
ഈ മുത്തഖിയാവുക എന്ന് പറഞ്ഞത് തന്നെയാണ് ഒരുപക്ഷെ സക്കാത്തിന്റെയും ഉദ്ദേശമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വ തുസക്കീഹിം ബിഹാ. അവരെ സംസ്കരിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അത് അങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മങ്ങനെ കൊണ്ടുപോകാം. തഖ്വയുള്ളവരാവുക, മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഒറ്റ വാക്ക്. ഇതിനെല്ലാം കൂടി പറയുന്ന പേര് തന്നെയാണ് തഖ്വ ഉണ്ടാവുക. മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മാത്രം ചെയ്യുക. അതാണ് തഖ്വയുടെ നിർവചനം. ഇംതിസാലു അവാമിരിഹി വജിത്തിനാബു നവാഹിഹി എന്ന തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കണം. നോമ്പ് അതിന് തന്നെയാണ്, നമസ്കാരം അതിനെ. നമസ്കാരത്തിന് അത് വിശദീകരിച്ച് പറഞ്ഞു, മ്ലേച്ഛ പ്രവൃത്തികളൊന്നും ചെയ്യാതെ നല്ല നിലക്കാണ് ജീവിക്കണം. നമസ്കാരം അതിനാണ്. നോമ്പ് എന്തിനാ? തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. സക്കാത്ത് എന്തിനാ? ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ തഖ്വ എന്ന് പറയുന്ന സംഗതി മനുഷ്യനുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കലുണ്ടാവും. മുത്തഖികളാവണം, തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കുക. മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത്. തഖ്വ ഇല്ലാത്തവരായാൽ മുസ്ലിം ആവില്ല എന്നല്ല അർത്ഥം. തഖ്വയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് അത്തഖ്വ ഹുന, അത്തഖ്വ ഹുന, അത്തഖ്വ ഹുന, ഹൃദയത്തിൽ വെച്ചുകൊണ്ട്. അല്ലാതെ ജാടയുടെയോ കോലത്തിന്റെയോ രൂപത്തിന്റെയോ പേരല്ല. എന്നാൽ അതിനൊക്കെ അതിന് സ്ഥാനമുള്ളതാണ്. വസ്ത്രത്തിന്റെ വിഷയത്തില്, രൂപത്തിന്റെ വിഷയത്തില്, മറ്റു സംഗതികളുടെ വിഷയം, അതിലൊക്കെ അതിന് സ്ഥാനമുണ്ട്. എന്നാൽ ഒന്നിന്റെ മാത്രം പേരല്ല തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും.